ആഭ്യന്തര വകുപ്പിനെതിരെ CPM കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ കടുത്ത വിമർശനം ഉയർന്നു. ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനം സർക്കാരിന്റെ പ്രതിച്ഛായ തകർത്തുവെന്ന് ചില അംഗങ്ങൾ വിമർശിച്ചു. പാർട്ടിയിലും സർക്കാരിലും തിരുത്തൽ വേണമെന്നും അഭിപ്രായമുയർന്നു. അരുൺ രാജ് വിശദാംശങ്ങളുമായി കൊല്ലത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. അരുൺ രാജ്, ഗുഡ് മോർണിംഗ്. പാർട്ടിയുടെ കൊല്ലം ജില്ലാ കമ്മിറ്റി ഇന്നലെ കൂടിയിരുന്നു. DC-യിൽ എന്തൊക്കെ വിമർശനങ്ങളാണ് ഉയർന്നത്? ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ നിന്ന് കൊല്ലം ജില്ലാ കമ്മിറ്റിയും പാഠം പഠിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ ശക്തി കോട്ടയാണ് കൊല്ലം എന്നറിയപ്പെടുന്നത്. നേരത്തെ ആ കൊല്ലത്തെ ഈ പരാജയം എന്തുകൊണ്ടാണ് എന്ന് പഠിക്കാൻ ജില്ലാ സെക്രട്ടേറിയറ്റ് ചേർന്നിരുന്നു. ഇതിനുശേഷമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ചേർന്ന് ആ റിപ്പോർട്ട് പരിശോധിച്ച് താഴെക്കട്ടിലേക്ക് ഇത് വീണ്ടും പരിശോധിക്കാൻ നിർദ്ദേശിച്ചത്. ഈ നിർദ്ദേശത്തിലാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചർച്ചയിലാണ്, 2 ദിവസമായി നടന്ന ചർച്ചയിലാണ് ഈ നേതൃത്വത്തിന് നയപരമായ രീതിയിലടക്കം വലിയ തെറ്റുകൾ പറ്റിയെന്ന വിമർശനം ഇപ്പോൾ CPM ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നിരിക്കുന്നത്. താഴെത്തട്ടിലുള്ള തിരുത്തലല്ല വേണ്ടത്, പാർട്ടിയുടെ മുകൾ തട്ടിലാണ്. അതായത് നേരത്തെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞതിന് വിരുദ്ധമായിട്ടാണ് കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ ഒരു വിമർശനം ഉയർന്നത്. നേതാക്കന്മാർക്കാണ് തെറ്റുപറ്റിയത്, താഴെത്തട്ടിലെ പ്രവർത്തനങ്ങൾക്കോ പ്രവർത്തന രീതികൾക്കോ മാറ്റമുണ്ടായിട്ടില്ല. ആ പ്രവർത്തനങ്ങൾ തിരുത്തുകയല്ല വേണ്ടത്, നേതാക്കന്മാർ തന്നെ തിരുത്താൻ തയ്യാറാകണം. സർക്കാരിന് വലിയ പ്രതിച്ഛായ നഷ്ടമുണ്ടാക്കുന്ന രീതിയിലാണ് ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനം പോകുന്നത്. ഇതിൽ മാറ്റമുണ്ടാകേണ്ടത് അടിയന്തരമായി തന്നെ വേണം എന്ന ആവശ്യമാണ് ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നത്. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായുള്ള വിമർശനങ്ങളിൽ വേണ്ടത്ര രീതിയിൽ മറുപടി പറയാനോ അതിനെ പ്രതിരോധിക്കാനോ പാർട്ടി സംവിധാനങ്ങൾക്ക് കഴിയാതെ പോയി. ഇത് തിരിച്ചടിയായെന്ന വിമർശനം കൂടി ജില്ലാ കമ്മിറ്റിയിലുണ്ട്. മറ്റൊന്ന്, ഈ സർക്കാരിന്റെ പ്രവർത്തനം സംബന്ധിച്ചാണ്. അത് താഴെത്തട്ടിൽ ജനങ്ങളിലേക്ക് എത്തുന്നില്ല. സർക്കാരിലെ ജനങ്ങൾക്കുള്ള അവമതിപ്പ് അത് വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു എന്നതാണ് ഈ ജില്ലാ കമ്മിറ്റി വിലയിരുത്തുന്നത്. തിരുത്തൽ വേണ്ടത് മുകൾ തട്ടിൽ നിന്നാണ്. അടിയന്തരമായി തിരുത്തൽ ഉണ്ടായില്ലെങ്കിൽ വരും തെരഞ്ഞെടുപ്പുകളിലും ഇത് ബാധിക്കുമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ജില്ലാ കമ്മിറ്റിയിൽ ചില അംഗങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ സർക്കാരിനെയും പാർട്ടിയെയും ചില ഉപചാക വൃന്ദങ്ങൾ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ഈ രീതിയിൽ പോകുന്നത്. അതിൽ തിരുത്തലുണ്ടാകണം, മാറ്റമുണ്ടാകണം എന്ന ആവർത്തിച്ചുള്ള ആവശ്യം അംഗങ്ങളുടെ ഭാഗത്തുനിന്ന് ജില്ലാ കമ്മിറ്റിയിൽ ഉയരുകയും ചെയ്തു. SK. ഓക്കെ, താങ്ക് യു അരുൺ രാജ്.